ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ കൊച്ചേ +2 പാസ്സായപ്പോഴേ ആ കൊച്ചിന്റെ അച്ഛൻ ആ കൊച്ചിന് സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തു. നീ +2 പാസ്സായപ്പോ നിനക്കെന്താ തോന്നുന്നു? ചോറ് തന്നു. അയ്യേ ഇല്ലടാ, +2 അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് എക്കണോമിക്സിന് തുണ്ടുവെച്ച് എഴുതി പൊട്ടി ലാസ്റ്റ് സേ പരീക്ഷയ്ക്ക് ജസ്റ്റ് പാസ്സാൻ അങ്ങനെ ബ്ലംഗ്ലാവ് വെച്ച് കൊടുക്കും. അപ്പൊ ചോറ് കൊടുത്തന്നെ ഇച്ചിരി കൂടി പോയി. നിന്നെ പട്ടിണി കിടണം. ഇയാള് +2 കഴിഞ്ഞപ്പോഴാ ഞാൻ +2 തോറ്റി. അയ്യേ 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 എന്റെ അച്ഛൻ രക്ഷപ്പെട്ടു. ഞാൻ ബോസ്. സത്യം പറഞ്ഞ നമ്മൾ ജീവിതത്തെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയം അതിക്രമിച്ച്. അത് ശരിയാ. കൂട്ടുകാരെന്തുവാ പറഞ്ഞു വരുന്നേ? അല്ലെങ്കിൽ ഒറ്റത്തടിയായിട്ടൊക്കെ നടന്നാ മതിയോ? ഒരു കുടുംബമൊക്കെ വേണ്ടേ? നിങ്ങൾക്ക് കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റിയിട്ടുള്ള സങ്കല്പം എന്താ? എന്റെ പെണ്ണ് റോട്ടിൽ കൂടെ പോകുമ്പോ നാട്ടുകാർ പറയണം എന്ത്? ഞാൻ പുണ്യം ചെയ്തവനാണ്. അങ്ങനെ ആയിരിക്കില്ല, അവളെന്തോ പാപം ചെയ്തിട്ടുണ്ടെന്നായിരിക്കും. എനിക്ക് ഞാൻ അവളെ മോളേന്ന് വിളിക്കുമ്പോ അവൾ എന്നെ മോനെയും തിരിച്ചു വിളിക്കണം. നിന്റെ കയ്യിലിരിപ്പിന് അതിന്റെ ഫ്രണ്ട് എന്തേലും ഇട്ടട്ടെ വിളിക്കൂ. ഞാൻ കിട്ടുന്ന പെണ്ണ് ഒരു പെണ്ണായിരിക്കണം. കാലം കുറെ പുരോഗമിച്ചോണ്ടേ ഒന്നും പറയാൻ പറ്റൂലേ. ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പം അല്ല, എന്താണ് ജോലി? സ്റ്റോപ്പ്. ജോലിക്ക് പോയിട്ട് വരുമ്പം അവൾ എന്നെ കാണുമ്പോ ഓടി വരണം. എന്നാ നീ ഒരു പട്ടിയെ വാങ്ങിച്ച് കെട്ടറ. അതാകുമ്പോ ഓടി വരെയും ചെയ്യും, രണ്ട് നക്കുകയും ചെയ്യും, വേണേ ദേഹത്തൊന്ന് മുള്ളിയും തരും. ഇങ്ങോട്ടോ. ഞാൻ കെട്ടുന്ന പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണേലും അവളെനിക്ക് സുന്ദരിയായിരിക്കും. മാപ്പിളപ്പാട്ടും കേട്ടിരിക്കുക പുയ്യാപ്പിള ദുരന്തം.